ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കുഞ്ഞ മത്തി കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഇച്ചിരി പീര വെച്ചാലോ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റേതായ രീതിയിൽ മത്തിപ്പീര വെക്കുന്നതെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്ന് ഇച്ചിരി മത്തി പീര വെച്ചാൽ ഇതുകൊണ്ട് തീരെ നത്തോലി പോലത്തെ കുഞ്ഞു മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ മത്തി നമുക്കൊന്ന് പീര വെക്കാവേ. ഇത് പീര വെക്കാൻ മാത്രമല്ലേ കൊള്ളുള്ളൂ. തീരെ കുഞ്ഞു മത്തി ആയതുകൊണ്ട് തീരെ ഇത്രച്ചേ ഉള്ളൂ, നമ്മുടെ നെത്തോലി പോലെ. അതുകൊണ്ട് ഞാനിത് മുറിച്ചൊന്നുമില്ല. ഇനി നമുക്കിതിനകത്തേക്ക് ആദ്യമേ ഞാനിട്ട് കൊടുക്കുന്നത്, ഞാനൊരു 10 ചെറിയുള്ളി, നമ്മുടെ കുഞ്ഞുള്ളി ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കീറി വെച്ചേക്കുന്നത് ഇട്ട് കൊടുത്തു. ഇനി ഒരു 5 പച്ചമുളക്, നമുക്ക് ഇച്ചിരി എരിവിന് വേണമല്ലോ. ഒരു 5 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാൻ ഒരു 3 ചുള വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി. തീരെ ഫൈനായിട്ട് പൊടിച്ചാലും ചെറുതായിട്ടൊന്ന് ചതച്ച് കുരുമുളക്. ഒരു 1/4 സ്പൂണ് ഉലുവാപ്പൊടി. നിർബന്ധമില്ല, ഇതൊക്കെ തികച്ചും വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിനകത്തേക്ക് ഉലുവാപ്പൊടിയൊക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്കൊരു നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. ഇത് നമ്മുടെ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. മഞ്ഞൾ എന്തേരം വേണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് നോക്കിയിട്ട്, കളർ ഒത്തിരി ഇപ്പോൾ വേണമെങ്കിൽ കൂടുതലിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അത്ര ഇട്ടാൽ മതി. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന 2 ചെറിയ ചുള പുളിയാണ്. ഇത് ഇട്ടാൽ തന്നെ ഭയങ്കര പുളിയാണ്, നമ്മുടെ പുളി ആണ്, നമ്മൾ മേടിച്ച പുളിയൊന്നുമല്ല, അതുകൊണ്ട് നല്ല പുളിയാവട്ടോ അതിന്. ഇനി നമ്മൾ അതിനകത്തേക്ക് ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. ആ മീനും നമ്മുടെ തേങ്ങയ്ക്കും എല്ലാത്തിനും കൂടെ പിടിക്കാനുള്ള ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഞെരടി മിക്സ് ചെയ്യണം. ഞാൻ കുറച്ചുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചട്ടിക്കകത്ത് നമ്മൾ ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി വലിപ്പമുള്ള ചട്ടിയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിത് കുറച്ചുള്ളതുകൊണ്ടാണ് ഈ ഒരു ചട്ടിക്കകത്ത്. ഇനി നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തേച്ചാൽ മതി. എന്നിട്ട് ഇത് സ്പൂണും തവിയൊക്കെ ഇട്ട് ഒത്തിരി കുത്തി ഇളക്കി പൊടിക്കണ്ട. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഇതുണ്ടോ, ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം ഇതുണ്ടോ ഇങ്ങനെ വരണം. ഇത്രയും വെള്ളം മതി. ഇതാ നമുക്ക് തോരനായിട്ട് നല്ലപോലെ തോരനായിട്ട് എടുക്കാനുള്ളതല്ലേ. ഇനി നമുക്ക് തീ ഒന്ന് കത്തിച്ച് കൊടുക്കാവേ, എന്നിട്ട് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ മത്തിപ്പീര പയ്യെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ടേ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണേ. ഇങ്ങനെ തവി ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മത്തിയല്ലേ എല്ലാം കൂടെ ഒന്ന് പൊടിഞ്ഞു പോകും. ഇങ്ങനെ ഒന്ന് ഇളക്കി കറക്കി ഒന്നിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ മത്തിപ്പീര റെഡിയായി. നമുക്കിനിയിപ്പം സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് നമുക്കൊരു ശകലം പച്ചവെളിച്ചെണ്ണ, 1 സ്പൂൺ പച്ചവെളിച്ചെണ്ണയുടെ അതിന് മണ്ടയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഇനി ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ മത്തിപ്പീര റെഡി ആയിട്ടുണ്ട്. മത്തിയൊന്നും പൊടിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല, നമ്മുടെ കുഞ്ഞ മത്തിയല്ലേ, ഒന്നും പൊടിഞ്ഞു പോയിട്ട് നല്ല കളറുണ്ട് കേട്ടോ. നമ്മുടെ വെട്ടത്തിൻ്റെ പ്രശ്നവും ഒക്കെയാണ്, നല്ല മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റുണ്ട്. നല്ല ഇനിയിപ്പോൾ നമ്മുടെ ഇരുന്ന് ഈ ചട്ടിയുടെ ചൂടായിട്ട് നമ്മുടെ വെള്ളമൊക്കെ തോർന്ന് നല്ല തോരനായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മത്തിപ്പീരയൊക്കെ എല്ലാവരും ഒക്കെ വെക്കുന്നതായിരിക്കും. ഞാൻ എൻ്റേതായ രീതിക്ക് വെച്ചു. അപ്പം നിങ്ങൾ ഇങ്ങനെയല്ല വെക്കുന്നെങ്കിൽ കമൻറ്റിൽ ഒക്കെ ഒന്ന് പറയണം. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.